ഹലോ ഗായ്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയിലയും മാങ്ങയും കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീൻ കറിയാണ് കേട്ടോ. നമ്മുടെ അയില മീൻ നല്ല രീതിക്കൊന്ന് കഴുകിയെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, ഒരു സവാള എടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതെല്ലാം കണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങയും ഉണ്ട് കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അങ്ങനെ മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ താണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാള, അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളറൊന്ന് മാറി വരുന്നത് വരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത പൊടികൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂന്നും കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതേ രീതിയിൽ മീൻകറി വെച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ രീതിയിൽ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അയിലയും മാങ്ങയും കൂടി ചേർത്തിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് സെറ്റായി. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വറ്റി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.